ഹലോ, നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ വൈൻ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സുല വയനാട്ടിലാണ്. നമ്മളിപ്പോൾ പോകുന്ന ഈ രണ്ട് സൈഡിലും മുന്തിരിപ്പാടങ്ങളാണ്. ഇവിടെ നിന്നാണ് എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. വൈൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 600 രൂപയാണ്. ഇതാണ് സുല വയനാട്സിൻ്റെ മെയിൻ ഗേറ്റ്. ഇവിടുത്തെ മെയിൻ വൈൻ ബ്രാൻഡിൻ്റെ ബോട്ടിൽ തന്നെയാണ് ഇവിടെ ഷോ പർപ്പസിന് വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഒരു പഴയ വിൻറ്റേജ് ഓട്ടോ ആണ്. അതിൽ വൈൻ ബോട്ടിലൊക്കെ വെച്ച് നല്ലൊരു ഫോട്ടോ ഫ്രെയിം ആക്കി മാറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടന്നു. പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ തരാം. ഇവിടെ ഫാക്ടറി വിസിറ്റ് മാത്രമാണെങ്കിൽ 200 രൂപയും പിന്നെ അതിൻ്റെ കൂടെ വൈൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 600 രൂപയാണ്. ഇനിയിപ്പോൾ വൈൻ ടേസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ പൈസ നമുക്കിവിടെ റെഡീം ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ വാങ്ങിക്കാനോ ആ പൈസ നമുക്ക് റെഡീം ചെയ്യാം. ഇതിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ വരാൻ നോക്കണം. കാരണം വീക്കെൻഡിൽ തിരക്ക് കൂടുതലായിരിക്കും, പിന്നെ എൻട്രി ഫീയും കൂടുതലായിരിക്കും. അതുകൊണ്ട് വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും നല്ലത്. ഇത് നല്ലൊരു ഫോട്ടോ ഫ്രെയിം ഏരിയ ആണ്. അങ്ങ് അപ്പുറത്ത് കളർഫുള്ളായിട്ട് കാണുന്ന ബാരൽ വെച്ചിട്ടില്ലേ, ഇതെല്ലാം ഒരു ഫോട്ടോഷൂട്ട് പർപ്പസിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്നവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി വെച്ചതാണ്. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിലാണെങ്കിൽ 11:30 to 7:30, വീക്കെൻഡ് ആണെങ്കിൽ 11:30 to 8:30. പിന്നെ ഇവിടെ ഔട്ട്സൈഡ് ഫുഡൊന്നും അലൗഡ് അല്ല. പിന്നെ 21 വയസ്സിന് താഴെയുള്ളവർക്ക് വൈൻ ടെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. എന്നാൽ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം ഇവിടുത്തെ ഗിഫ്റ്റ് ഐറ്റംസാണ്. ഇതെല്ലാം ഇവരുടെ പ്രീമിയം വൈൻസാണ്. നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഏത് വൈനാണോ നമുക്ക് ഇഷ്ടമായത് അത് ഇവിടുന്ന് വാങ്ങാം. ചെറിയ ബോട്ടിലായാലും വലിയ ബോട്ടിലായാലും ഏത് ക്വാണ്ടിറ്റിയിലാണെങ്കിലും നമുക്ക് വേണ്ടുന്നത് അത് ഇവിടുന്ന് വാങ്ങാം. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്. മാക്സിമം വൈൻ റിലേറ്റഡ് ആയ ഗിഫ്റ്റ് ഐറ്റംസാണ് ഇതിനകത്തുള്ളത്. വൈൻ ഗ്ലാസ്, ബാരൽസ്, വൈൻ ഓപ്പണർ, കോക്ക് കൊണ്ടുണ്ടാക്കിയ കീ ചെയിൻ, പിന്നെ അതുകൂടാതെ വാട്ടർ ബോട്ടിൽ, ടീഷർട്ട്, ഇതെല്ലാം ഉണ്ട്. ഇവർ ഈ സാധനത്തിനെല്ലാം ഓഫേഴ്സും വെച്ചിട്ടുണ്ട്. ബൈ 1 get 1 free, അങ്ങനെ കുറേ ഓഫേഴ്സെല്ലാം ഉണ്ട്. പിന്നെ ഈ മുകളിൽ കാണുന്ന കറങ്ങുന്ന ബാരലില്ലേ, ഇതിലാണ് മുന്തിരി വൈനാവാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബാരല്. ഇതിൻ്റെ ഒറിജിനൽ നമുക്ക് അകത്തുനിന്ന് കാണാം. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാധനങ്ങളെ റെഡീം ചെയ്യാമെന്ന്. അത് ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിച്ചാലും നമുക്ക് റെഡീം ചെയ്യാവുന്നതാണ്. ഇവിടെ വൈൻ ഗ്ലാസ് തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നമ്മളൊരു കീ ചെയിനും വൈൻ ഗ്ലാസ്സാണ് വാങ്ങിച്ചത്. പിന്നെ കുറേ തരം ബാരൽസ്, ബക്കറ്റ്സ്, ഇതെല്ലാം വൈന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഇവരുടെ സെക്കൻഡ് ഫ്ലോറിലെ കാഴ്ചയാണ്. ഇവിടെ ഒരു വൈൻ ഷോപ്പ് ഉണ്ട്. ഇവിടെ ഫാമിലി ആയിട്ട് ചില്ലായിട്ട് ഇരുന്നിട്ട് വൈൻ കുടിക്കണമെങ്കിൽ കുടിക്കാം. നല്ലൊരു വൈബോട് കൂടിയിട്ട് കുടിക്കണമെങ്കിൽ നല്ലൊരു സ്ഥലമാണിത്. ഒരുപാട് പേർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരുന്നാൽ സുലയുടെ ഫുൾ പ്ലാന്റ് നമുക്കിവിടുന്ന് കാണാൻ പറ്റും.
ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ സംരംഭത്തെക്കുറിച്ച് അറിയാനും ഇവർ തന്നെ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇവിടെ എൻട്രി ടിക്കറ്റ് കാണിച്ചതിന് ശേഷം അകത്ത് കയറി സുല വൈനാഡ്സിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് കാണിച്ചു തരും. 1999 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാജീവ് സാമന്താണ് ഇതിൻ്റെ സ്ഥാപകൻ. സാമന്തിൻ്റെ അമ്മയായ സുലഭയുടെ പേരിലാണ് സുല അറിയപ്പെടുന്നത്. അങ്ങനെ സുലഭ സുലയായി മാറിയതാണ്. Today, Sula is synonymous with fine Indian wine and continues to craft extraordinary experiences around the world. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫാക്ടറിയിലേക്കാണ്. ഇതെല്ലാം മുന്തിരികൾ പല സ്ഥലത്തുനിന്നും കൊണ്ടുവരുന്ന വണ്ടികളാണ്. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരും. ഒരു മുന്തിരി വൈനായിട്ട് മാറുന്നതിനുള്ള പ്രോസസ്സ് അത് ഇവർ പറഞ്ഞു തരും. അതിനുശേഷം മാത്രമായിരിക്കും നമ്മളെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. മുന്തിരി വൈനാകാൻ വേണ്ടിയിട്ട് 5 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ക്ലീനിങ് ആൻഡ് ക്രഷിങ്, ഫെർമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, ഏജിങ്, പിന്നെ ബോട്ടിലിംഗ് ആൻഡ് ലേബലിംഗ്. ये बेसिक डिफरेंस होता है. वाइन मेकिंग के 5 स्टेप्स होते हैं. पहला होता है रीस्टीमिंग एंड क्रशिंग, सेकेंड होता है फर्मेंटेशन, थर्ड वन होता है फिल्ट्रेशन, फोर्थ वन होता है एजिंग, फिफ्थ वन इज बॉटलिंग एंड लेबलिंग. तो आप जहाँ पे इधर से बोलते हैं क्रश पर, यहाँ पे पहला प्रोसेस होता है. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന മെഷീൻ മുന്തിരി ക്രഷ് ചെയ്യുന്ന മെഷീനാണ്. ഈ കാണുന്നതെല്ലാം ഫെർമെൻറ്റേഷനും ഫിൽട്രേഷനും നടക്കാൻ വേണ്ടിയിട്ട് മുന്തിരി സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇവർ പറയുന്നത് 2 തരം മുന്തിരിയാണുള്ളത്. തൊലി കട്ടിയുള്ള മുന്തിരിക്ക് പൾപ്പ് കണ്ടൻറ്റ് അധികമായിരിക്കും, അത് മധുരവും കൂടുതലായിരിക്കും. അതാണ് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഏജിങ്ങിലേക്കാണ്. ഇവിടെയാണ് വൈൻ സൂക്ഷിച്ച് വയ്ക്കുന്നത്. 3 മാസം മുതൽ 15 മാസം വരെയാണ് വൈൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. മിനിമം 3 മാസമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. പുറത്ത് പ്രോസസ്സെല്ലാം ചെയ്തതിന് ശേഷം സൂക്ഷിച്ച് വെക്കുന്ന വൈനാണ് ഇതെല്ലാം. വൈൻ സൂക്ഷിച്ച് വെക്കുന്നതിനുള്ള താപനില എന്ന് പറയുന്നത് 13 ഡിഗ്രി മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 3 മാസം മുതൽ 15 മാസം വരെ ഇത് സൂക്ഷിച്ച് വെക്കും. വൈൻ ടെസ്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് സെക്ഷനാണിത്. ഇതിനകത്ത് 21 വയസ്സിന് മുകളിലുള്ളവരെ മാത്രമേ കയറ്റൂ. 9 ഉള്ളതുകൊണ്ട് നമ്മൾ 2 സെക്ഷനായിട്ടാണ് കയറിയത്. ഫസ്റ്റ് അലോട്ടം കയറി. നമ്മൾ സാധാരണ വൈൻ കുടിക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ കുടിക്കുന്നു. പക്ഷേങ്കിൽ ഇവർ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു വൈൻ ഗ്ലാസ് എങ്ങനെ പിടിക്കണം, വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഗ്ലാസ് എങ്ങനെ പിടിക്കണം എന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഒരു വൈൻ ബോട്ടിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡക്കൻ എങ്ങനെ ഓപ്പൺ ചെയ്യണം, ബോട്ടിൽ എങ്ങനെ പിടിക്കണം എന്നൊക്കെ ഇവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നുമുണ്ട്. ഇവരുടെ പ്രീമിയം ബ്രാൻഡ്സിൻ്റെ എല്ലാ ബോട്ടിൽസും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട്. അതിൽ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു ബക്കറ്റും കൂടി നമുക്കത് തരും. അതിൽ ഒഴിക്കാം. ടേസ്റ്റ് ഇല്ലത് മാത്രം കുടിച്ചാൽ മതി. അലോട്ട നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ എല്ലാ വൈനും അങ്ങനെ കുടിക്കാൻ പറ്റില്ല. ഷുഗർ കണ്ടൻറ്റ് ഇല്ലത് മാത്രമേ അങ്ങനെ കുടിക്കാൻ ടേസ്റ്റ് ഇല്ലൂ. ബാക്കിയെല്ലാം 0% ഷുഗർ ആയതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല എനിക്ക്. സത്യം പറഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ വൈനെല്ലാം ഒരു ഡിന്നറിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ വൈൻ ഉണ്ടാകും. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരുപോലെ കഴിക്കുന്ന സാധനമാണ് വൈൻ എന്ന് പറയുന്നത്. വൈൻ എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കുന്നതും ശരീരത്തിന് നല്ലതാണ്. എന്ന് വെച്ച് എല്ലാവരും കുടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കുടിക്കുന്നവർക്ക് കുടിക്കാം. ഇതാണ് റെഡ് വൈൻ. 2 തരത്തിലുള്ള റെഡ് വൈനാണുള്ളത്. 2 വൈനും 0% ഷുഗറാണ്. ഇതാണ് സുലയുടെ
പ്രീമിയം ബോട്ടിൽസ്. ഇതാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നത്. കുറച്ച് ബോട്ടിൽസ് അവർ കൊണ്ടുപോയി, ബാക്കിയുള്ള ബോട്ടിൽസാണിത്. എല്ലാ വൈനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. 0% ഷുഗർ ഉള്ളതൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ബിസ്ക്കറ്റും തരും. വൈൻ കുടിക്കുന്നതിന് മുമ്പേ വൈനൊന്ന് സ്മെല്ല് ചെയ്യണം, അതിന് ശേഷം മാത്രമേ കുടിക്കാവുള്ളൂ എന്നാണ് ഇവർ നമുക്ക് പറഞ്ഞിരുന്നത്. പിന്നെ ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ട വൈനാണ് വാങ്ങിച്ചത്. അത് മൊസ്കാറ്റോ വൈനാണ്. ഇവിടുത്തെ പാക്കിംഗ് എല്ലാം സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.